നമസ്കാരം, ഞാൻ ഡോക്ടർ നയന വിജയ്, പട്ടം SUT ഹോസ്പിറ്റലിലെ നെഫ്രോളജി കൺസൾട്ടൻ്റാണ്. ഞാൻ ഇന്ന് ഹെമച്ചൂറിയ, അതായത് മൂത്രത്തിൽ രക്തം പോകുന്ന കണ്ടീഷനെ പറ്റി സംസാരിക്കാനാണ് വന്നിരിക്കുന്നത്. ഇതൊരു പ്രധാന വൃക്കരോഗത്തിൻ്റെ പ്രധാനമായിട്ടുള്ളൊരു ലക്ഷണമാണ്. പക്ഷേ മറ്റ് വൃക്കരോഗ ലക്ഷണങ്ങൾ, അതായത് നീര്, കൈകാലിൽ നീര്, മുഖത്ത് നീര്, അല്ലെങ്കിൽ മൂത്രത്തിൽ പത വരിക, ക്ഷീണം, കിതപ്പ് പോലെയുള്ള മറ്റ് വൃക്കരോഗങ്ങളുടെ ലക്ഷണങ്ങളിൽ നിന്നും ഇത് കുറച്ച് വ്യത്യസ്തമാണ്. എന്താണെന്ന് പറഞ്ഞാൽ പലപ്പോഴും മറ്റ് ലക്ഷണങ്ങൾ മൈൽഡാണ്, അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും ചെക്കപ്പ് ചെയ്യാതെ വിട്ടുപോകുന്ന ലക്ഷണങ്ങൾ ആണെങ്കിൽ ഹെമച്ചൂറിയ വളരെയധികം പെട്ടെന്ന് ശ്രദ്ധിക്കുന്നതും പലപ്പോഴും നമ്മളെ പേടിപ്പിക്കുന്നതുമായിട്ടുള്ള ലക്ഷണമാണ്. ഒരു രീതിയിൽ പറഞ്ഞാൽ ഇതുകൊണ്ട് നമ്മൾ പലപ്പോഴും വൃക്കരോഗങ്ങൾ നേരത്തെ കണ്ടുപിടിച്ചെന്നും വരാം. എല്ലാപ്പോഴും ഇല്ല കേട്ടോ. പലപ്പോഴും മൈക്രോസ്കോപ്പിലൂടെ മാത്രം കിട്ടുന്ന, യൂറിൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ മാത്രം കണ്ടുപിടിക്കുന്ന മൈക്രോസ്കോപ്പിക് ഹെമച്ചൂറിയയും ഒരുപാട് പേഷ്യൻസിൽ കണ്ടുവരാറുണ്ട്. ഇതിൽ ഏതാണെങ്കിലും, അതായത് മൈക്രോസ്കോപ്പിക്കലാണെങ്കിലും ശരി, മാക്രോസ്കോപ്പിക് ആണെങ്കിലും ശരി, രണ്ടും നമ്മൾ എന്തുകൊണ്ടാണെന്ന് കണ്ടുപിടിച്ച് വ്യക്തമായിട്ടുള്ള ചികിത്സ വേണ്ടതാണ്. എന്തുകൊണ്ടെന്നാൽ ഇതിൻ്റെ കാരണങ്ങൾ അങ്ങനെയാണ്. ഇപ്പോൾ പറയുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ മൂത്രം പുറത്തു വരുന്നതിന് മുമ്പുള്ള സ്റ്റേജ് നോക്കിക്കഴിഞ്ഞാൽ 2 വൃക്കകളിൽ നിന്നും മൂത്രം യൂറീറ്റർ, മൂത്രത്തിൻ്റെ ട്യൂബുകൾ വഴി മൂത്രസഞ്ചിയിലെത്തി അത് യൂറേത്ര വഴി പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ യൂറിനറി ട്രാക്റ്റ് എന്ന് പറയുന്നത്. ഇതിൽ മുകളിൽ നിന്ന് താഴെ യൂറിയത്ര വരെ എവിടെ ഡാമേജ് ഉണ്ടെങ്കിലും അത് മൂത്രത്തിൽ ബ്ലീഡിങ് ഉണ്ടാക്കാം. അതുപോലെ തന്നെ നമുക്ക് നിസ്സാരമായ ആൻറ്റിബയോട്ടിക്സ് കൊടുത്ത് ഫലപ്പെടുത്ത ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന യൂറിനറി ഇൻഫെക്ഷൻ മുതൽ ഈ കിഡ്നി ക്യാൻസർ വരെയുള്ള രോഗങ്ങളിലും ഇത് വരാം. അപ്പോൾ ഇത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ കണ്ടുപിടിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കി ഓരോന്നിൻ്റെയും ട്രീറ്റ്മെൻറ്റും വ്യത്യസ്തമാണ്. കാരണങ്ങൾ കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഏറ്റവും കോമൺ ആയിട്ട് മൂത്രത്തിൽ ബ്ലീഡിംഗ് ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ യൂറിനറി ഇൻഫെക്ഷനാണ്. മൂത്രനാളികളിലോ കിഡ്നിയിലോ യൂറിനറി ട്യൂബിലോ എവിടെയെങ്കിലും വരുന്ന ഇൻഫെക്ഷൻ. രണ്ടാമതായി സ്റ്റോണുകൾ, കല്ലുകൾ, മൂത്രത്തിൽ കല്ല്. പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള ഇഞ്ചുറി, ആക്സിഡൻറ്റ് മൂലമോ അല്ലെങ്കിൽ എന്തെങ്കിലും വയറ്റിൽ എന്തെങ്കിലും ഇടി കിട്ടുന്നതിന് മൂലമൊക്കെ കിഡ്നിക്ക് തകരാറ് വന്നാൽ അതിൻ്റെ ഭാഗമായിട്ടും വരാം. പിന്നീട് ക്യാൻസറുകൾ, കിഡ്നി ക്യാൻസർ, അതുപോലെ കിഡ്നിയിലെ രക്തക്കുഴലുകൾക്ക് ആർട്ടീരിയോ വീനസ് മാൽഫോർമേഷനുകൾ. ഇത് കൂടാതെ കിഡ്നിക്ക് ആന്തരികമായിട്ട് വരുന്ന ഇൻട്രിൻസിക് ഗ്ലോമറുലർ ഡിസീസസിൽ പലതിലും ഈ ഹെമച്ചൂറിയ എന്നുള്ള ലക്ഷണം വരാം. അപ്പം ഇതിലേതാണെന്ന് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രധാനമായിട്ടും ഏത് തരത്തിലുള്ള അതിൻ്റെ ലക്ഷണങ്ങളെ കുറച്ചുകൂടെ വ്യക്തമായി ചോദിച്ചാൽ നമുക്ക് ഒരു പരിധിവരെ മനസ്സിലാക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ഇപ്പോൾ പറയുകയാണെങ്കിൽ പലപ്പോഴും വേദനയോട് കൂടിയ ബ്ലീഡിങ് ആയിരിക്കും. വേദനയോട് കൂടിയ ബ്ലീഡിംഗ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും അത് ഇൻഫെക്ഷൻ മൂലമോ കല്ല് കൊണ്ടോ ഒക്കെ ആയിരിക്കും. കിഡ്നിയിലെ ഗ്ലോമറുലാർ ഹെമച്ചൂറിയ, അതായത് ഇൻട്രിൻസിക് ആയിട്ടുള്ള കിഡ്നി വൃക്കരോഗക്കകത്തുള്ള കാരണങ്ങളാണെങ്കിൽ പലപ്പോഴും പെയിൻ ഉണ്ടാവില്ല. രണ്ടാമതായി അതിൻ്റെ കൂടെ ക്ലോട്ടുകൾ അല്ലെങ്കിൽ ബ്രൈറ്റ് റെഡായിട്ടുള്ള രക്തമാണ് പോകുന്നതെങ്കിൽ അത് കൂടുതലും ഇൻഫെക്ഷനോ കല്ലോ പോലെയുള്ള കാരണങ്ങളായിരിക്കും. അതേസമയം കിഡ്നിയിൽ നിന്ന് വരുന്ന ബ്ലഡ് ആണെങ്കിൽ പലപ്പോഴും അതൊരു കാപ്പി കളറോ അല്ലെങ്കിൽ കൊക്കക്കോളയുടെ കളറിലോ ഒക്കെ ആയിരിക്കും വരുന്നത്. പിന്നെ ഇതിനോട് അനുബന്ധിച്ചുള്ള ലക്ഷണങ്ങൾ, അതായത് വേദന, പനി, മൂത്രം പോകുമ്പോൾ പഴുപ്പ് പോലെയുള്ളത് പോകുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫെക്ഷനൊക്കെയാണ് കുറച്ചുകൂടെ കാണിക്കുക. പലപ്പോഴും കല്ല് പോകുന്നത് നമ്മൾ കാണുകയും ചെയ്യും. അതേസമയം കാലിന് നീര്, ശ്വാസം മുട്ടൽ, പെട്ടെന്ന് BP കൂടുക, അല്ലെങ്കിൽ മൂത്രത്തിൻ്റെ അളവ് കുറയുക, ഇതെല്ലാം കുറച്ചുകൂടെ കിഡ്നിക്കകത്തുള്ള കാരണങ്ങളെയാണ് കാണിക്കുന്നത്. ഇനി നമ്മൾ ഏതാണെങ്കിലും ഒരു നെഫ്രോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്താലേ നമുക്കതിന് ഫർദർ ട്രീറ്റ്മെൻറ്റ് പറ്റുള്ളൂ. പിന്നെ ട്രീറ്റ്മെൻറ്റായി പ്രധാനമായും പിന്നെ പലപ്പോഴും ബ്ലീഡിങ് ടെൻഡൻസി ഉള്ള പലർക്കും ജനറലൈസ്ഡായി മറ്റുള്ള ഭാഗങ്ങളിൽ ബ്ലീഡിങ് വരുന്നതിൻ്റെ ഭാഗമായിട്ടും ഇത് വരാറുണ്ട്. അപ്പം ഡോക്ടറെ സമീപിക്കുമ്പോൾ ആദ്യം ബ്ലഡും യൂറിനും കിഡ്നി ഫംഗ്ഷൻ, ക്രിയാറ്റിനിൻ പോലെയുള്ള ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യണം. യൂറിൻ ടെസ്റ്റ് ചെയ്താൽ തന്നെ അതിൽ കൂടെ പ്രോട്ടീൻ പോകുന്നുണ്ടോ, യൂറിനിൽ അണുക്കളുണ്ടോ, ബാക്ടീരിയ ഉണ്ടോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി വ്യക്തമായി അതിൻ്റെ കാരണങ്ങളെപ്പറ്റി അറിയാൻ പറ്റും. പിന്നെ സ്കാനുകൾ, അൾട്രാസൗണ്ട്, CT സ്കാൻ മുതലായ സ്കാൻ ചെയ്ത കല്ല്, ക്യാൻസർ, ഈ പറയുന്ന ആർട്ടീരിയൽ മാൽഫോർമേഷൻസ് ഒക്കെ നമുക്കതിൽ വ്യക്തമാകും. പലപ്പോഴും കിഡ്നിയുടെ അകത്തുള്ള ഗ്ലോമറുലർ അല്ലെങ്കിൽ ആന്തരികമായിട്ടുള്ള കിഡ്നിയിലെ ബ്ലീഡിംഗ് ആണെങ്കിൽ റീനൽ ബയോപ്സി, അതായത് കിഡ്നിയിൽ നിന്ന് തന്നെ ഒരു ചെറിയ സാമ്പിൾ ബയോപ്സി എടുത്താൽ മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റൂ. ഇതെന്തുകൊണ്ടാണ് ഈ പല രീതിയിലുള്ള ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചികിത്സയും എന്ത് കാരണം കൊണ്ടാണ് ബ്ലീഡിംഗ് എന്നുള്ളതിനെ അനുസരിച്ചിരിക്കും തുടർ ചികിത്സയും.